യുഎഇയിൽ റിക്കവറി വാഹനങ്ങളും ഇൻഡസ്ട്രിയൽ പർപ്പസിനായി ഉപയോഗിക്കുന്ന ഹെവി ഡ്യൂട്ടി എക്യുപ്മെന്റുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്ന് നമ്മളൊന്ന് സൂചിപ്പിക്കുകയാണ്. ദുബായ് കിസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയയിലുണ്ടായ അതിദാരുണമായൊരു സംഭവം. ഒരു റിക്കവറി വാഹനം അതിൽ നിന്നൊരു കാറ് അൺലോഡ് ചെയ്യുന്ന സമയത്ത് ആ കാറ് ദേഹത്ത് വീണ് അതിൻ്റെ ഓപ്പറേറ്റർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. ഈ വിവരമറിഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് എമർജൻസി സർവീസുകളുമൊക്കെ അവിടെ എത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഒക്യുപേഷണൽ സേഫ്റ്റി മെഷേഴ്സിന്റെ അഭാവമാണ് ഇങ്ങനെ ഒരു അപകടത്തിന് പ്രധാന കാരണമെന്നാണ്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആലോചിച്ചാൽ അറിയാമല്ലോ, വലിയൊരു ഏകാഗ്രതയും ജാഗ്രതയോടു കൂടിയൊക്കെ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. അപ്പം അതിൻ്റെ കാൽക്കുലേഷനിൽ വരുന്ന ചെറിയൊരു മിസ് ജഡ്ജ്മെൻറ്റ് പോലും ഇങ്ങനെയുള്ള വലിയ അപകടങ്ങളിലേക്ക് നയിച്ചേക്കാം. UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്ന ഒരു ഫീൽഡാണിത്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണെങ്കിൽ പോലും ഈ ഹെവി ഡ്യൂട്ടി എക്യുപ്മെൻറ്റുകൾ, ക്രെയിനുകൾ, ഇങ്ങനെയുള്ള റിക്കവറി വാഹനങ്ങൾ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം നൽകുക. ഒപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏകാഗ്രതയോടുകൂടി അത് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദുബായിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ നിലവിലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ യുദ്ധം ഒരു പോസ്റ്റ് മോഡിലാണ് ഇപ്പോഴെന്ന് വേണം പറയാൻ. കാരണം യുദ്ധം അവസാനിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല, തുടരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രകടമായ രീതിയിൽ അതും ഇല്ലതാനും. എന്നാൽ പോലും ഏത് നിമിഷവും അത് പുനരാരംഭിക്കാനുള്ളൊരു സാധ്യത അന്തരീക്ഷത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്. ഡിപ്ലോമാറ്റിക് ചർച്ചകൾ പലതും നടക്കുന്നു. അത് വിജയിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള ഈ ഒരു സീസ് ഫയർ, വെടിനിർത്തൽ തുടരാനും തന്നെയാണ് സാധ്യത. എന്നാൽ അത് പരാജയപ്പെട്ടാൽ ഇതുവരെ കണ്ടതല്ല, അതിലും വലിയ യുദ്ധത്തിന് നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നും ഉന്നത തലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മിസ്റ്റർ മാർക്കോ റൂബിയോ, അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ശ്രദ്ധേയമാണ്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇറാനുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷകൾ നൽകുന്നതാണെന്നാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് മന്ത്രാലയത്തിന്റെ അഡീഷണൽ സെക്രട്ടറി മുകേഷ് മംഗൾ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ത്യൻ പതാകയേന്തിയ 13 കപ്പലുകളും ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പലും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഈ കപ്പലുകളെ തിരികെ എത്തിക്കുക എന്നുള്ളതാണ് പ്രാഥമിക പരിഗണനയിലുള്ള കാര്യമെന്നും അതിനുശേഷം മാത്രമേ പുതിയ കപ്പലുകളെ ഇന്ധനം ലോഡ് ചെയ്യുന്നതിന് വേണ്ടി അയക്കുകയുള്ളൂ എന്നുള്ളൊരു തീരുമാനവുമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ചർച്ചകൾ നല്ല രീതിയിൽ അവസാനിച്ച് കാര്യങ്ങൾ പോസിറ്റീവായി അവസാനിക്കുമെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം. ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് 2026 മെയ് 21 വ്യാഴാഴ്ച.